വിശ്വാസത്തിന് പുതിയ നിർവചനങ്ങൾ നൽകുന്ന ഒരു കാലം. വിശ്വാസത്തിൻ്റെ നല്ല മാതൃകകൾ ദുർലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കേവലം ആത്മസംതൃപ്തിക്കും അഭിവൃദ്ധിക്കുമായി വിശ്വാസം ചുരുങ്ങിപ്പോകുന്നു. അതിന് ബദലായി അനേക വിശ്വാസ മാതൃകകൾ വേദപുസ്തകം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും തൻ്റെ പ്രതീക്ഷകളൊക്കെയും നഷ്ടമായി പോയിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയാകുന്ന ഒരു പെൺകുട്ടി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു. അരാം രാജാവിൻ്റെ സേനാധിപതി നയമാൻ്റെ ഭവനത്തിലെ ഒരു പെൺകുട്ടി. ആരായിരുന്നു അവൾ? ഒരടിമ. സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം തൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നവൾ. തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് തൻ്റെ സ്വപ്നങ്ങളും താൻ ആഗ്രഹിച്ച ജീവിതവും വേണ്ടെന്ന് വെച്ച് തൻ്റെ സത്വം പോലും മറന്ന് വിശാലമായ ലോകത്തു നിന്ന് ഒരു പരിമിതമായ ഇടങ്ങളിലേക്ക് പറിച്ചു നട്ട യുദ്ധത്തിൻ്റെ ബാക്കിപത്രം. അവൾക്ക് കൂട്ട് അവളുടെ സങ്കടങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ വിധിയെ പഴിക്കാതെ, തൻ്റെ സാഹചര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടാതെ, താൻ അറിഞ്ഞ ദൈവത്തെ, ആ ദൈവത്തിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിക്കാതെ പങ്കുവെക്കുന്നത് പിന്നീട് അവളുടെ ജീവിതത്തിൽ നാം കാണുന്നു. ആ വിശ്വാസമല്ലേ നാം മാതൃകയാക്കേണ്ടത്? അതെ, അവളുടെ വിശ്വാസം സാഹചര്യങ്ങൾക്ക് അതീതമായിരുന്നു. ഫെയ്ത്ത് ബിയോണ്ട് സർക്കംസ്റ്റാൻസസ്. തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഇടത്ത്, സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഇടത്ത്, അവൾക്ക് ലഭിക്കേണ്ട വാത്സല്യങ്ങൾ ലഭിക്കാതിരുന്നിടത്ത്, ഭാവി എന്താണെന്ന് പോലും അറിയാത്തിടത്ത് നിർബന്ധിത വേല ചെയ്യുവാൻ വിധിക്കപ്പെട്ടവൾ. സാഹചര്യങ്ങൾ അവൾക്ക് ഒട്ടും അനുകൂലമല്ലായിരുന്നു. എന്നിട്ടും അവൾ അവളുടെ വിശ്വാസത്തെ പങ്കുവെക്കുന്നു. അതെ, അവളുടെ വിശ്വാസം ചുറ്റുപാടുകളെ സ്വാധീനിക്കുന്ന വിശ്വാസമായിരുന്നു. എ ഫെയ്ത്ത് ഇൻഫ്ലുവൻസസ് ദ സറൗണ്ടിങ്സ്. സാഹചര്യങ്ങൾക്ക് അതീതമായി സാധ്യതകൾ കണ്ടെത്തിയപ്പോൾ ഉള്ളിൽ നീറുന്ന ജീവിതാനുഭവത്തിൽ കഴിഞ്ഞ തൻ്റെ യജമാനന് സന്തോഷം തിരികെ നൽകുവാൻ അവൾ കാരണമായി തീർന്നു. അവൾ പങ്കുവെക്കുന്ന വിശ്വാസത്തിലൂടെ കാണിച്ചു കൊടുത്തത് ജീവനുള്ള അവളുടെ ദൈവത്തെ തന്നെയാണ്. പ്രവൃത്തിയിൽ പ്രകടമാക്കേണ്ടതാണ് വിശ്വാസം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നതും ഇതുതന്നെയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അതുകൊണ്ട് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം സാഹചര്യങ്ങൾക്ക് അതീതമാകട്ടെ. ആ വിശ്വാസം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതാകട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിലേക്ക് നോക്കി നമുക്ക് യാത്ര തുടരാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.